ഈ വർഷം ആദ്യത്തെ 5 മാസം മാത്രം 453 പേരാണ് റെയിൽവേ ട്രാക്കിൽ മരണപ്പെട്ടതെന്ന് കണക്കുകൾ പറയുന്നു. 293 പേർ ട്രാക്ക് മുറിച്ച് കടക്കുമ്പോഴും 150 പേർ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും വീണുമാണ് മരിച്ചിരിക്കുന്നതെന്നാണ്. റെയിൽവേ ട്രാക്കിൽ ജീവൻ നഷ്ടപ്പെടുന്നവരുടെ കണക്ക് ബോംബെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണല്ലോ. ഈ വർഷം പ്രിയ പ്രേക്ഷകരെ, ലോകത്തെ ഏറ്റവും വലിയ റെയിൽ ശൃംഖലകളിലൊന്നായ ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ റെയിൽവേ ട്രാക്കിൽ ജീവൻ നഷ്ടപ്പെടുന്നവരുടെ കണക്ക് ബോംബെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണല്ലോ. ഈ വർഷം ആദ്യത്തെ 5 മാസം മാത്രം 453 പേരാണ് റെയിൽവേ ട്രാക്കിൽ മരണപ്പെട്ടതെന്ന് കണക്കുകൾ പറയുന്നു. ബോംബെ ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് കേന്ദ്ര റെയിൽവേ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ട്രാക്ക് മുറിച്ച് കടക്കുന്നതും അതിക്രമിച്ച് കടക്കുന്നതും ലോക്കൽ ട്രെയിനുകളിൽ നിന്നും വീണുമൊക്കെയാണ് മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നതെന്ന് അഭിഭാഷകയായ അനാമിക മൽഹോത്ര വഴി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. 2025 കണക്കിൽ 293 പേർ ട്രാക്ക് മുറിച്ച് കടക്കുമ്പോഴും 150 പേർ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും വീണുമാണ് മരിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം ട്രാക്ക് മുറിച്ച് കടക്കുന്നതിനിടയിൽ മരിച്ചത് 674 പേരാണ്. ട്രെയിനിൽ നിന്ന് വീണുള്ള മരണങ്ങൾ 387ആണ്. 2023 782 പേർ ട്രാക്ക് മുറിച്ച് കടക്കുമ്പോൾ മരിച്ചിട്ടുണ്ട്. 431 പേരാണ് 2 വർഷം മുമ്പ് ഓടുന്ന ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചതെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ഇക്കഴിഞ്ഞ ജൂൺ 9 മുംബൈയിൽ 2 ലോക്കൽ ട്രെയിനുകൾ കടന്നു പോകുന്ന സമയം ട്രെയിനുകളിൽ നിന്നും 8 യാത്രികർ ട്രാക്കിലേക്ക് വീഴുകയും 5 പേർ മരിക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് ഹൈക്കോടതി റിപ്പോർട്ട് തേടിയത്. മുംബൈ സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും നടപടികൾ പുരോഗമിക്കുകയാണെന്നും റെയിൽവേ കോടതിയെ അറിയിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഭരണകൂടവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളുടെ ജീവനും മതിയായ സുരക്ഷ കൽപ്പിക്കുന്നില്ല എന്ന ആക്ഷേപം വളരെ വ്യാപകമാണ്. ആളില്ല ലെവർ ക്രോസുകളും ബലക്ഷയമുള്ള ഓവർ ബ്രിഡ്ജുകളും സ്റ്റേഷനുകൾക്ക് സമീപമുള്ള മാലിന്യ കൂമ്പാരങ്ങളും വൃത്തിഹീനമായ ടോയ്ലറ്റുകളും റെയിൽവേയെ ആശ്രയിക്കുന്നത് നേരിടുന്ന വലിയ വെല്ലുവിളികളാണ്. നല്ല ലാഭത്തിൽ മുന്നോട്ട് പോകുന്ന ഇന്ത്യൻ റെയിൽവേ ഇക്കാര്യങ്ങളിൽ കൂടി മതിയായ ശ്രദ്ധ നൽകിയാൽ ലോകത്തിലെ ഏറ്റവും മികച്ച ട്രെയിൻ സംവിധാനം ഇന്ത്യയിലാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല.